ഹായ് ഫ്രണ്ട്സ്, ടെക്നിക്കൽ ടിപ്പ് വിത്ത് മീ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ആദ്യമായിട്ടാണ് നമ്മളൊരു ചാനൽ ഓപ്പൺ ചെയ്തത്. നമ്മളൊരു അൾട്രാമാക്സ് 43 ഇഞ്ച് LED TV സർവീസ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചേക്കുന്നത്. നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്ന ഒരു ടി വിയാണ്. കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്നെസ് ഇല്ല എന്നാണ് തീരെ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കണ്ടത് ബാക്ക് ലൈറ്റ് ഓൾറെഡി ഉണ്ട്. അതിനകത്ത് ചെറിയ രീതിയിൽ ബാക്ക് ലൈറ്റ് കത്തുന്നുമുണ്ട്. നമുക്കത് എന്താ കംപ്ലൈൻ്റ് എന്നുള്ളത് അറിയാനായിട്ട് അതിൻ്റെ ബാക്ക് കവർ റിമൂവ് ചെയ്യാം. ഈ ബാക്ക് കവർ റിമൂവ് ചെയ്ത ശേഷം നമുക്കത് അതിൻ്റെ മദർ ബോർഡിലെ കുറച്ച് സപ്ലൈസ് ഉണ്ട്. അത് ഡ്രൈവ് സപ്ലൈ ഉണ്ട്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. പൊതുവേ നമ്മൾ കണ്ടുവരുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഒരു പ്രാവശ്യം ബാക്ക് ലൈറ്റ് മാറി അതൊന്ന് ചിലപ്പോൾ ആ വരുന്ന ബാക്ക് ലൈറ്റിൻ്റെ മാനുഫാക്ചറിങ് ഇഷ്യൂ കൊണ്ട് തന്നെ ചിലപ്പോൾ രണ്ടാമത്തെ കംപ്ലയിൻ്റ് ആവാം. ചിലപ്പോൾ അല്ലെങ്കിൽ തന്നെ വേറൊരു കംപ്ലയിൻറ്റുകൾ വരാം. വേറെ എന്തെങ്കിലും ഇപ്പോൾ പാനൽ കംപ്ലയിൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചിലപ്പം മദർ ബോർഡിൽ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റുകളോ അങ്ങനെ ആയിട്ടോ കംപ്ലയിൻറ്റുകൾ വരും. അപ്പോൾ ആൾക്കാർക്ക് പൊതുവേ ഇപ്പോൾ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ LED ടി വികളെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ശരിയാകില്ല എന്നൊരു പൊതുവേ ഉള്ളൊരു ഒരു രീതിയാണ്. ശരിയാവില്ല എന്നൊരു അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുക, ഇത് ടി വി എടുത്ത് കളയാൻ വെച്ച് പുതിയ ടി വിയാണ് വാങ്ങിക്കുന്നത്. പുതിയ ടി വി വാങ്ങിക്കുമ്പോൾ ഇതേ കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ വരുന്ന ടി വികൾക്ക് ലോ പ്രൈസ് കൊടുത്ത് മേടിക്കുന്ന ടി വികൾക്ക് ആയുസ് വളരെ കുറവാണ്. അതായത് നമ്മളതിനകത്ത് ഉപയോഗിക്കുന്ന പാനലുകൾ ആ ഒരു ക്വാളിറ്റി ലെവലുള്ള പാനലുകളായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും ഒരു ആയുസ് കിട്ടണമെന്നില്ല. നമുക്കാണ് ഇതിൻ്റെ മദർ ബോർഡ് നമ്മൾ ചെക്ക് ചെയ്യണം. മദർ ബോർഡിൽ വോൾട്ടേജ് ചെക്ക് ചെയ്യുകയാണ്. മദർ ബോർഡ് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ കണ്ടു കാണും. നമ്മൾ 49 അതൊരു 52 വരെ വരും. എന്നിട്ടത് 50 മാറും. കാരണം 50 വോൾട്ടിലേക്ക് മാറി. നമുക്ക് ആ വോൾട്ടേജ് ഇപ്പോൾ ഈ 50 വോൾട്ട് എന്ന് പറയുന്നത് 50 വോൾട്ട് കൊണ്ട് അത്രയും LEDസിനെ നമുക്ക് ബ്രൈറ്റായിട്ട് കത്തിക്കാനുള്ള ഒരു വോൾട്ടേജ് അതിനില്ല. ആ മദർ ബോർഡിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിലില്ല. അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് ആ മദർ ബോർഡിലെ ഫോൾട്ട് തന്നെയാണെന്ന് മനസ്സിലായി. നമുക്ക് ആ മദർ ബോർഡ് ഒന്ന് അഴിച്ചെടുക്കണം. സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മദർ ബോർഡ് ഇങ്ങനൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് സാധാരണ ഒരു ഡ്രൈവ് ബോർഡ് അങ്ങ് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ ആ മെത്തേഡല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മദർ ബോർഡ് അഴിച്ചെടുത്ത് ഇതിൻ്റെ മദർ ബോർഡ് ചിപ്പ് ലെവലിൽ തന്നെ സർവീസ് ചെയ്യുകയാണ്. ഓരോ സ്പെയർ പാർട്ടായിട്ട് തന്നെ അഴിച്ച് കംപ്ലയിൻറ്റ് നോക്കി ആ പാർട്ട് ഏതാണോ പോയത് ആ പാർട്ട് കൃത്യമായിട്ട് അഴിച്ച് മാറിയിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നമ്മൾ ഈ മദർ ബോർഡ് സർവീസ് ചെയ്ത് നോക്കുകയാണ്. നമുക്കത് സർവീസ് ചെയ്ത ശേഷം നമുക്കതിനകത്ത് റീഫിക്സ് ചെയ്യാം. അത് നമ്മുടെ സർവീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളത് അതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം നന്നായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നമുക്കത് അതിനകത്ത് ഫിക്സ് ചെയ്യാം. അതിൻ്റെ എല്ലാ നെഗറ്റീവും എല്ലാം നന്നായിട്ട് സ്ക്രൂ ചെയ്ത് മുറുക്കി നമുക്ക് സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ബൂസ്റ്റായി വന്നിട്ടുണ്ട്. വോൾട്ടേജ് 61.9 വോൾട്ടേജ് നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലയിൻറ്റ് ഏകദേശം നമുക്ക് ഓക്കെ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കിത് ഇതിൻ്റെ ബാക്ക് കവർ പാക്കേജ് അടച്ച ശേഷം നമുക്ക് സെറ്റ് ഒന്ന് ഓണാക്കി നോക്കണം. അതിൻ്റെ എല്ലാ സ്ക്രൂസും നന്നായിട്ട് അത് കറക്റ്റായി ഫിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് സ്ക്രൂയിലിട്ട് മുറുക്കി സെറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ടി വി ഒന്ന് ഓണാക്കി നോക്കാം. ടി വി ഓണാക്കാൻ പോവുകയാണ്. അൾട്രാമാക്സ് കണ്ടോ, നമുക്ക് ഓണായി വന്നിട്ടുണ്ട് അൾട്രാമാക്സ് എന്നുള്ളത്. മറ്റേത് അങ്ങനെ ഓണായി വരുമ്പോൾ അൾട്രാമാക്സ് ഒന്നും കാണാറില്ലായിരുന്നു. ചെറിയ ലോ ലൈറ്റിൽ എന്തോ ഒന്ന് കാണുന്ന പോലെ. അത് കൃത്യമായിട്ട് ഓണായി ടി വി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റുകൾ കാണുകയാണെങ്കിൽ നമ്മൾ ചെറിയ പൈസയ്ക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനായി നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ടെക്നീഷ്യനെ സമീപിക്കുക. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.